السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആന്റെ ഉച്ചാരണവും വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ ഒരാൾ ആ എന്ന് പറഞ്ഞാൽ ആ ആയി. വിശുദ്ധ ഖുർആനിലെ അൽ ഹംദു എന്നോർത്ത ആ അവിടെ തുടങ്ങി. ഇനി എത്ര ഹംസ് വിശുദ്ധ ഖുർആനിലുണ്ട് അത്രയും ഹംസകൾ ഉച്ചരിക്കുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ എന്ന ഹൽക്കിന്റെ താഴെ അറ്റത്തുള്ള ടങ്കിൽ നെഞ്ഞിനോടടുത്ത ഭാഗത്ത് രൂപപ്പെട്ട ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ നിന്ന് ഒട്ടും കാറ്റ് പുറത്തേക്ക് പോകാതെ ഒരിത്തിരി ശക്തിയോടെ അമർത്തി ഉച്ചരിച്ചാലേ അ എന്നാവുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിലുള്ള ആ, ഈ, ഉ, മുഅ്മിനൂൻ. അവിടെ നിന്ന് തന്നെ ആ ഹംസ് പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഒരിത്തിരി ഒരു നൂൽവണ്ണം മേലേക്ക് കയറ്റിക്കൊണ്ട് അല്പം കാറ്റ് വായിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹ ഹി ഹു മഹ്, ഹ ഹി ഹു മഹ്. ഉദാഹരണം മഹ് എന്നത് ഉദാഹരണം. ഹാന് സുക്കൂനാകുമ്പോൾ ഒറ്റയ്ക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് മറ്റേതെങ്കിലും ഒരക്ഷരത്തിൻ്റെ സഹായം കൊടുക്കുകയാണ്. അവിടുന്ന് ഇത്തിരി കാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ട് ഉച്ചരിച്ചാലേ വിശുദ്ധ ഖുർആനിലുള്ള ഹ ആവുകയുള്ളൂ. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഹ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മളൊരാൾ പൊട്ടിച്ചിരിക്കുകയാണ്. എന്ന് പൊട്ടിച്ചിരിക്കുക. അവൻ പറഞ്ഞത് ഒരുപാട് ഹാകളാണെന്ന് പറയാമെങ്കിലും വിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ ഹ ഇല്ല. വിശുദ്ധ ഖുർആനിലുള്ള ഹ വളരെ സോഫ്റ്റായി, വളരെ ലഘുവായി ഉച്ചരിക്കപ്പെടേണ്ട ഒരക്ഷരമാണ്. അപ്പം നാം പൊട്ടിച്ചിരിക്കുന്ന സമയത്തുള്ള ഹ അത് വിശുദ്ധ ഖുർആനിലുള്ള ഹ അല്ല. വിശുദ്ധ ഖുർആനിലുള്ള അക്ഷരങ്ങൾ 5ആയി ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് അഖ്വ, ഏറ്റവും ശക്തിയായ അക്ഷരങ്ങൾ. അതിൻ്റെ താഴെ കവി, ഏറ്റവും ശക്തിയല്ല ശക്തിയായ അക്ഷരം. അഖ്വ ഏറ്റവും ശക്തിയുള്ളത്, കവി ശക്തിയുള്ളത്. പിന്നെ ലഈഫ് ലഘുവായത്, ഖനമില്ലാത്തത്. അൽഅഫ് ഏറ്റവും കനം കുറഞ്ഞത്. കവിയിൻ്റെയും ലഈഫിൻ്റെയും ഇടയിൽ മുത്തവസ്സിത്ത് മധ്യമായത്. ഇങ്ങനെ 5 വിഭാഗമായി 29 അക്ഷരങ്ങളെയും മഹാന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഈ അക്ഷരങ്ങളുടെ വേർതിരിവ്, കവി ഏതാണ്, അഖ്വ ഏതാണ്, ലഈഫ് ഏതാണ്, അൽഅഫ് ഏതാണ്, മുത്തവസ്സിത്ത് ഏതാണ്, ഓരോന്നും നമുക്ക് പഠിച്ചേ പറ്റൂ. അത് പഠിച്ച് അതനുസരിച്ച് നാം ഉച്ചരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ ഉച്ചാരണം ശരിയാവണ്ണം നേരായ രൂപത്തിൽ നമുക്ക് ലഭിക്കുക. അതങ്ങനെ അല്ലാതെ ഉച്ചരിച്ചു പോയാൽ ചിലപ്പോൾ അക്ഷരം തന്നെ മാറിപ്പോവും. നോക്കൂ നിങ്ങൾ, ഖാഫ് കാഫ് ഈ 2 അക്ഷരവും നാവിൻ്റെ മുരട്ടിൽ നിന്നാണ് വരുന്നത്. ഖാഫ് ചെറുനാകിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. കാഫ് അതിൻ്റെ തൊട്ടടുത്ത് മുന്നിൽ നിന്നാണ് വരുന്നത്. ഖാഫും കാഫും അതിൻ്റെ മഖ്റജും ശബ്ദവ്യത്യാസവും, ശബ്ദവ്യത്യാസം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സിഫത്ത്. ഖാഫും കാഫും തമ്മിൽ അതിൻ്റെ ശബ്ദവ്യത്യാസം, അതിൻ്റെ മഖ്റജ് മാറ്റം, ഇത് നാം ഒരു തസാഹുലായി കണ്ടാൽ, ഒരു എളുപ്പമായി കണ്ടാൽ അതൊരു സാരമില്ല എന്ന് പറഞ്ഞിട്ടൊരു സാരമില്ലാത്ത രൂപത്തിൽ നിസ്സാരമായി കണ്ടാൽ, കൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്, കൽബുഹും, അവിടെ കാഫിൻ്റെ ഉച്ചാരണം കാഫായി ഉച്ചരിക്കാതെ ഒരാൾ ഖൽബുഹും എന്ന് ഓതിയാൽ, കൽബ് നായ, ഖൽബ് ഹൃദയം. ഇനി അതിൻ്റെ വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
ഇവിടെ ഖാഫ് ഖാഫായി ഉച്ചരിക്കണമെങ്കിൽ എവിടെന്ന് എങ്ങനെ, കാഫ് കാഫായി ഉച്ചരിക്കണമെങ്കിൽ എവിടെന്ന് എങ്ങനെ. ഖാലു അവർ പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു. അവിടെ ഖാഫിനെ മാറ്റിയിട്ട് ഒരാൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഖാലു എന്ന് ഓതി. എന്നാൽ അർത്ഥം ഖാലു അവർ പറഞ്ഞു, ഖാലു അവർ അളന്നു എന്നർത്ഥമായി. സല്ലി നീ നിസ്കരിക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ നീ സ്വലാത്ത് ചെല്ല്, ഗുണം നൽകി. സല്ലി നീ സ്വലാത്ത് ചെല്ല്, അള്ളാഹുവിനോട് പറയാൻ. അലാ സയ്യിദന മുഹമ്മദ്, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് നബിക്ക്. അവിടെ അതൊരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അല്ലാഹുമ്മ സല്ലി, സെല്ലി യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം നീ ഊര് എന്നാണ്. എന്താ ഊരുന്നത്? വാളോ? അലാ മുഹമ്മദിൻ, മുഹമ്മദിനെതിരായിട്ട് എന്നൊക്കെ അർത്ഥം വരാം. അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ ലഫ്ള് ഒരു ദുരർത്ഥമുള്ളതാണെങ്കിൽ പിന്നെ തൊട്ടടുത്ത് വരുന്നതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹുമ്മ, അല്ലാഹുവേ സെല്ലി നീ ഊര് അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്കെതിരായിട്ട് എന്നർത്ഥമാവും. എന്തുകൊണ്ടാണ് അർത്ഥം വന്നു? അങ്ങനെ ഒരു അർത്ഥം വരാമല്ലോ, വേറെ അർത്ഥം ഉണ്ടാവാം. അങ്ങനെ ഒരർത്ഥം വരാൻ കാരണം ഈ സ്വാദ് സീനായതാണ്. സ്വാദും സീനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന രണ്ടക്ഷരങ്ങളാണ്. മഖ്റജ് മാറിയിട്ടില്ല. പക്ഷേ സ്വാദിനുള്ള ഇത്ബാഖ് എന്ന സിഫത്ത്, ഇസ്തിലാഹ് എന്ന സിഫത്ത് അതാണ് മാറിയപ്പോൾ, ആ സിഫത്ത് മാറ്റിവെച്ചപ്പോൾ അത് സീനായി മാറി. അതോടുകൂടെ അർത്ഥം മാറിപ്പോകാൻ സാധ്യത വന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ഹർഫുകളുടെ മഖ്റജും സിഫത്തും അത് ഏറ്റവും ആദ്യം അത്യാവശ്യമാണ് പഠിക്കൽ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ഒരു ഹർക്കത്ത് പോലും വിശുദ്ധ ഖുർആനിൽ മാറിക്കൂടാ, മാറ്റം വന്നുകൂടാ. അത് അർത്ഥം മാറിയാലും ഇല്ലെങ്കിലും വന്നുകൂടാ. നീട്ടലും കുറക്കലും അങ്ങനെ തന്നെയാണ്. ചിലരങ്ങനെ ലക്ഷ്യമില്ലാതെ നീട്ടി ഓതും. നീട്ടി ഓതിയാൽ നല്ല ഓത്ത് എന്ന് വിചാരിച്ച മഹാപാപങ്ങളുണ്ട് സാധുക്കൾ. وَأَخَذْنَ مِنْهُمْ مِيثَاقًا غَلِيظًا. وَأَخَذْنَ ആ പെണ്ണുങ്ങൾ എടുത്തു, പെണ്ണുങ്ങൾ. അഖദ്ന ജമ്മ് മുഅന്നസിന്റെ നൂനാണ്. അവിടെ അഖദ്ന എന്ന് ഒരിത്തിരി നീട്ടിയാൽ മുത്തക്കല്ലിമിന്റെ നൂൻ എന്ന് പറയും. നാം എടുത്തു, നമ്മൾ എടുത്തു. അഖദ്ന മീസാഖക്കും, അഖദ്ന മീസാഖക്കും. അഖദ്ന എന്ന് ഒരു ഹർഫിന്റെ ഖദ്ർ നീട്ടേണ്ട സ്ഥാനത്ത് നീട്ടാതെ ഒരാൾ ഓതി വലിയ ആളായിട്ട്. അഖദ്ന മീസാഖക്കും, മീസാഖ ബനി ഇസ്രായേൽ. അഖദ്ന ആ പെണ്ണുങ്ങൾ എടുത്തു നായ്മായന. ഇപ്പം എന്തായി? ഒരു ചെറിയ നീട്ടൽ കൊണ്ട്, നീട്ടാതെ ഇരിക്കൽ കൊണ്ട് വന്ന അർത്ഥവ്യത്യാസം എത്ര ഭീമമാണ്. ഇതുപോലെ ഒരുപാട്. വത്തഖിദു, വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ലഫ്ളുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. വത്തഖിദു നിങ്ങളാക്കുക. മിൻ മഖാമി ഇബ്രാഹീം, മഖാമി ഇബ്രാഹീമിൽ നിന്ന് മുസല്ല നിസ്കരിക്കാനുള്ള ഭാഗം. അവിടെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന അതിൻ്റെ അർത്ഥം. അവിടെ വത്തഖിദു ഖാന് കസ്റാണ് ഓതേണ്ടത്. അത് സൂറത്ത് യാസീൻ. അവിടെ സൂറത്ത് യാസീനിൽ വത്തഖദു എന്നോടത്ത് വത്തഖിദു എന്നോദിയാൽ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. അവിടെ വത്തഖദു എന്നുള്ളിടത്ത് ഇപ്പുറത്ത് വത്തഖിദു എന്നുണ്ടല്ലോ, ഖാന് കസ്റുണ്ടല്ലോ, അതുകൊണ്ട് ഇബടിയും കസ്റാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാൾ വത്തഖിദു മിൻ ദൂനില്ലാഹി ആലിഹ എന്നോതി. എന്തായി അർത്ഥം? വത്തഖിദു നിങ്ങൾ വെച്ചോളൂ, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, അള്ളാഹുവിൻ്റെ താഴെ, ആലിഹത്തൻ ഇലാഹുകളെ വെച്ചോളൂ. ഇപ്പം എന്തേ സംഭവം? ഒരു കെസറ് ഫതഹുള്ളത് കെസറാക്കി, അത്രയേ ഉള്ളൂ. കളി എന്നത് കുളി എന്നാക്കി. കളി ഒരു അർത്ഥം വേറെ, കുളി മറ്റൊരർത്ഥം. ഇത് എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. വിശുദ്ധ ഖുർആന്റെ അർത്ഥം ഭീമമായ മാറ്റം വരുന്ന, അക്ഷരങ്ങളുടെ മഖ്റജ് മാറുമ്പോൾ, സിഫത്ത് മാറുമ്പോൾ, അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഭീമമായ അർത്ഥവ്യത്യാസം, ചിലപ്പോൾ കുഫ്രിയത്തിലേക്ക് വരെ എത്തിപ്പെടാവുന്ന കാര്യങ്ങൾ വരും. അതൊക്കെ നാം സൂക്ഷിക്കണമല്ലോ. അങ്ങനെ ധാരാളം നമുക്ക് പഠിക്കാനുണ്ട് ഈ വിഷയത്തിൽ. ല ഇലല്ലാഹി തുഹ്ശറൂ,
لإلى الله تحشرون ولئن متم أو قتلتم لإلى الله تحشرون. ഒരു വിദ്വാൻ ഞാൻ കേൾക്കേ ഓതി വലഇൻ മുത്തും ഔ ഖുതിൽതും ലാ ഇലല്ലാഹി തുഹ്ശറൂൻ. വല്ലാത്തൊരു സങ്കടം വരുന്ന ഓത്ത്. ഞാനിങ്ങനെ കേട്ടു. അത് ഞാൻ ചോദിച്ചു ആ സുഹൃത്തിനോട്, പൊന്നാര സുഹൃത്തെ, അള്ളാഹുവിലേക്കല്ല നിങ്ങളെ മടക്കപ്പെടുന്നതെങ്കിൽ പിന്നെ എവിടുക്കാ മടക്കപ്പെടുന്നത്? നിന്റെ അടുക്കളയ്ക്കോ ചോദിച്ചു ഞാൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം മറ്റേ ആളെ ഓതിയതിൻ്റെ അർത്ഥം വല ഇമ്മുത്തും നിങ്ങൾ മരിച്ചാൽ, ഔ കുത്തിൽത്തും നിങ്ങളെ കൊല്ലപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഷഹീദായാൽ, ലഇലല്ലാഹി അള്ളാഹുലേക്ക് തന്നെയാണ് തുഹ്ശറൂൻ നിങ്ങളെ ഹാജരാക്കപ്പെടുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നൊക്കെയാണ്. ലഇലല്ലാഹി തൗക്കീദാണ്. അള്ളാഹുലേക്ക് തന്നെയാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ലാ ഇലല്ലാഹി നീട്ടിയാണ് ഓതി. അങ്ങനെ എഴുത്തിലൊരു വ്യത്യാസം അവിടെ ഉണ്ട്. അതേ വിശുദ്ധ ഖുർആന്റെ എഴുത്തിൻ്റെ മാസ്മരീകതയാണ്. അവിടെ ഓതേണ്ടത് ലഇലല്ലാഹി എന്നും എഴുത്ത് ലാ ഇലല്ലാഹി എന്നും തന്നെയാണ്. അത് പഠിക്കാത്തത് കൊണ്ട് വന്ന തകരാറാ. ലഇലല്ലാഹി എന്നോടത്ത് ലാ ഇലല്ലാഹി അള്ളാഹുവിലേക്കല്ല എന്ന് മഴനയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ തെറ്റാണ്. അങ്ങനെ യഹൂദി നസറാക്കൾ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂലഹ് വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. അതങ്ങനെ ഓതിയാൽ ഒരു മയനുണ്ട്. അവിടെ വക്കാലത്തിൽ യഹൂദു വന്നസാറ എന്ന് പറഞ്ഞ ആൾ നിർത്തിയിട്ടാണ് നീച്ചു പോയി. എന്നിട്ട് പിന്നെ വന്നിട്ട് മൂപ്പര് ഓതുക നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. എന്തായി മയന? ഇപ്പം അത് അക്ഷരം മാറിയത് കൊണ്ടല്ല, ആ വഖഫ് മാറിയത് കൊണ്ടാണ്. ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ഒരു മിസാല് പറഞ്ഞതാണ്. അപ്പോൾ പ്രഥമമായി ഇപ്പം നമ്മൾ മറ്റുള്ളതിൻ്റെ ഒക്കെ മുമ്പ് ഈ അക്ഷരം മാറിപ്പോകുന്ന ഭീമമായ അബദ്ധം അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ശ്രമം നടത്തണം. അക്ഷരങ്ങളൊക്കെ ഭംഗിയായ നിലക്ക് ഓതി റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെ ഭൂമിയിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഓതി, അത് സ്വഹാബത്തിന് എങ്ങനെ ഓതിക്കൊടുത്തു, സ്വഹാബത്തിൽ നിന്ന് താബിഈകളും പിൻതലമുറക്കാരും എങ്ങനെ ഓതി വന്നു, ആ സിൽസില പ്രകാരം തെറ്റില്ലാതെ വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وإلى اللقاء. السلام عليكم ورحمة الله وبركاته.